ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തും. പ്രിയമുള്ളവരെ, ഒരു വലിയ പ്രത്യാശയാണ് രാവിലെ സമയം ദൈവാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ വന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അങ്ങനെ കാത്തിരിക്കുന്ന ഭക്തന്മാർക്ക് പിന്നെയും ഉറപ്പ് കൊടുക്കുകയാണ്, തന്നിൽ വ്യാപരിക്കുന്ന വ്യാപാര ശക്തി കൊണ്ട് സകലതും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നവനായ നമ്മുടെ കർത്താവ് നമ്മുടെ താഴ്ചയുള്ളതായി ശരീരത്തെ മഹത്വമുള്ള തൻ്റെ ശരീരത്തോട് രൂപാന്തരപ്പെടുത്തുന്ന ഒരു കാലഘട്ടം, ഒരു ദിനമിത ആഗതമായി കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, പലതിനെയും ഓർത്ത് വിചാരപ്പെട്ടും മനസ്സ് കലങ്ങിയും വല്ലാതെ ജീവിതയാത്ര വല്ലാതെ ഞെരുങ്ങിയും തളർന്നും പൊക്കോണ്ടിരിക്കുമ്പോൾ ഇന്ന് രാവിലെ സമയം നമുക്കൊരു പ്രത്യാശ ഉണ്ടാകണം. ഈ ലോകത്തിലെ നഷ്ടങ്ങളും കഷ്ടങ്ങളും സാരമില്ല. ഈ നഷ്ടങ്ങളിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കുവാൻ സർവശക്തനായവൻ മതിയായവൻ. തകർന്നു പോകുവാൻ, താണു പോകുവാൻ, അലഞ്ഞു പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. അപ്പോൾ തന്നെ ഏറ്റവും വലിയ പ്രത്യാശ, ലോകത്തിലെ നന്മകളേക്കാൾ, ലോകത്തിൻ്റെ സന്തോഷത്തേക്കാൾ അധികം തരുന്ന ഒരു ദൈവീയ സമാധാനം ഇന്ന് രാവിലെ സമയം ദൈവം നമ്മോട് അരുളി ചെയ്യുകയാണ്. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ കർത്താവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കുന്നൊരു ദിനം. ഇതിനപ്പുറമായൊരു മനുഷ്യ ജീവിതത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മുടെ പൗരത്വം സ്വർഗത്തിലായിരിക്കണം. ലോകത്തിൽ അനേക പൗരത്വങ്ങൾ, അനേക വലിയ രാജ്യങ്ങളിൽ പൗരത്വം നേടുവാൻ അനേകർ ഓടി നടക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ പൗരത്വങ്ങളൊക്കെ അതാത് സമയങ്ങളിൽ പാർക്കുവാൻ നമുക്ക് ആവശ്യമാണെങ്കിലും, ഭൂമിയിലെ വാസത്തിന് ആവശ്യമാണെങ്കിലും, നമ്മുടെ അവസാനത്തോടുകൂടി ആ പൗരത്വം നഷ്ടമാകും. എന്നാൽ എന്നേക്കും നിലനിൽക്കുന്ന പൗരത്വമായ സ്വർഗീയ പൗരത്വം വാങ്ങുന്ന ഒരു പ്രിയപ്പെട്ടവർ ഇന്ന് രാവിലെ അവർക്ക് കൊടുക്കുന്ന ഒരു പ്രത്യേക ഓഫറാണ്, ഒരു പ്രത്യേകമായ ദൈവത്തിൻ്റെ ശക്തിയാണ്, ദൈവത്തിൻ്റെ കൃപയാണ് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ ഉയർച്ചയുള്ള, അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടുത്തുമെന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ നന്മയും ലോകത്തിലെ നമ്മുടെ ശരീരവും ലോകത്തിലെ നമ്മുടെ ജീവിതവും നഷ്ടമായി പോകും. ഇവയെല്ലാം തീർന്നു പോകുന്നൊരു കാലഘട്ടം അടുത്തിരിക്കുന്നു. അത് നമ്മുടെ പ്രായം കൊണ്ടോ നമ്മുടെ ജീവിത ശൈലികൾ കൊണ്ടോ അല്ല, മറ്റേതെങ്കിലുമൊക്കെ കാരണങ്ങളാൽ അത് തീരാം. അല്ല, കർത്താവിൻ്റെ വരവാണെങ്കിൽ ആ വരവോടുകൂടി ഈ ലോകത്തിൽ പൗരത്വം നേടിയിരിക്കുന്ന, ഈ ലോകത്തിൽ മാത്രം പൗരത്വം നേടിയിരിക്കുന്ന അനേകരുടെ പൗരത്വം നഷ്ടമായി, എല്ലാം തകർന്നു തീർന്നു എന്ന് പറയുമ്പോൾ ഇന്ന് രാവിലെ സമയം ദൈവാത്മാവ് പറയുന്നു, നിങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാക്കണം. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. ക്രിസ്തുവാകുന്ന ഏകസത്യ ദൈവത്തിൽ വിശ്വസിക്കുകയും അവൻ്റെ രക്ഷയിൽ വിശ്വസിക്കുകയും അവൻ്റെ കൽപ്പനകളെയും വചനങ്ങളെയും പ്രമാണിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നവന് സ്വർഗീയ പൗരത്വം ലഭിപ്പാൻ ഇടയായിത്തീരും. പൗരത്വം സ്വർഗത്തിലായാൽ അതിനുശേഷമുള്ള എല്ലാ കാര്യങ്ങളും ഒരു വലിയ പാക്കേജാണ് ദൈവം നമുക്ക് നൽകിത്തരാൻ പോകുന്നത്. പൗരത്വം സ്വർഗത്തിലുള്ള ഭക്തന്മാരെ ഭൂമിയിലും ദൈവം സംരക്ഷിക്കുന്നു. ആപത്തുകളോ അനർത്ഥങ്ങളോ പ്രതികൂല സാഹചര്യങ്ങളോ കഷ്ടതകളോ ഒക്കെ ജീവിതത്തിലുണ്ടാകും. അവയിൽ നിന്നെല്ലാം വിടുവിക്കുവാൻ അവൻ ശക്തനാണെന്ന്, അതുമാത്രമല്ല ഏറ്റവും വലിയ പ്രത്യാശയാകുന്ന, തകർന്നുപോയി, നഷ്ടപ്പെട്ടു പോയി, ഇല്ലാതായി എന്ന ലോകരും ജാതികളും വിശ്വസിക്കുന്ന ഒരനുഭവത്തെ കർത്താവ് പറയുകയാണ്, തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി സർവശക്തനായവൻ ഈ താഴ്ചയുള്ള ശരീരത്തെ എല്ലാം അത് ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി നമ്മെ രൂപാന്തരപ്പെടുത്തി സ്വർഗീയ സ്ഥാനങ്ങളിൽ ഇരുത്തുവാനിടയായിത്തീരും. പൗരത്വം സ്വർഗത്തിലാണെങ്കിൽ മാത്രമേ ഇത് നമുക്ക് അവകാശപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാവിലെ സമയം ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, പൗരത്വം സ്വർഗത്തിലാണോ എന്ന്. അത് നമ്മൾ നാമധേയമായ ഏതെങ്കിലും ഒരു ഡിനോമിനേഷനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് പൗരത്വം സ്വർഗത്തിലാകയില്ല. കർത്താവിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും ദിനംതോറും മനസ്സുമുതുക്കി രൂപാന്തരപ്പെട്ട് ദൈവത്തോട് അനുരൂപമാകുവാൻ നാം ആഗ്രഹിക്കുകയും വചനത്തിൽ വിശ്വസിക്കുകയും വചനപ്രകാരം ജീവിക്കുകയും ചെയ്താൽ ഈ പൗരത്വം ഉറപ്പുവരുത്താം. രാവിലെ സമയം താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടുത്തുന്ന ദിനത്തിനായി കാത്തിരിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.